ഭാരത് ജോഡോ ന്യായ് യാത്രയെ തടയാനാകില്ല എന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. യാത്രയുടെ വിജയത്തിൽ അസം മുഖ്യമന്ത്രിക്ക് വിരളിയാണ്. അറസ്റ്റ് ചെയ്ത് യാത്രയെ തടയാമെന്ന് കരുതുന്നെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ വിഡ്ഢിയാണെന്നും വിമർശനം. ജോഡോയ്ക്കെതിരെ കേസെടുക്കുമെന്ന അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ മറുപടി. കേസെടുത്തിട്ടും വിരട്ടിയിട്ടും ഭാരത് ജോഡോ ന്യായ് യാത്രയെ തടയാമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറും വിഡ്ഢിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ യാത്ര ബോംബെയിൽ അവസാനിപ്പിക്കും. ആസാമിൽ വൻ ജനപ്രവാഹമാണ് ഇന്നലെ ഉണ്ടായത്. അതിൽ വിരളി പൂണ്ടിട്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഈ പ്രസ്താവനകളുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഇത് തുടരുക തന്നെ ചെയ്യും. ഇതിന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളെയൊക്കെ തന്നെ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും പേടിച്ച് പോകുന്നവരല്ല കോൺഗ്രസ് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അയാൾ പഴയ കോൺഗ്രസ് ആണല്ലോ, അയാൾക്ക് അറിയാലോ കോൺഗ്രസ് ആരാണ്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ, ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പര്യടനം തുടരുകയാണ്. അതിനിടയിലാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത്. ഇതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസ് കാണുന്നത്? എന്തായിരുന്നു കെ.സിയുടെ പ്രതികരണം? പ്രധാനമായും ഇതിന് ഒരു ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഹിമന്ത ബിശ്വ ശർമ്മയെ വിളിച്ചത് രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്നായിരുന്നു. അതിന് തിരിച്ച് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരായ കുടുംബം എന്നായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയല്ല, ഇതൊരു മിയ യാത്ര ആണെന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് മിയ. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് വാക്പോര് ശക്തമായതിനെ തുടർന്നാണ് ഈ ജോർഖണ്ഡിലെ ഒരു യാത്ര പോകുന്ന രീതിയിൽ വഴിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ച റൂട്ടിലേക്കല്ല പോകുന്നത് കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ സെക്രട്ടറി ബൈജു അടക്കമുള്ളവർക്കെതിരെ FIR ഇടുകയാണെന്നുള്ള ഒരു പ്രസ്താവന കൂടി അവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടിയാണ് ശക്തമായി തിരിച്ചടിക്കാനായി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെയുള്ള ആക്രമണം വളരെ ശക്തമാക്കിയിരിക്കുന്നതും ഈ ഹിമന്ത ബിശ്വ ശർമ്മയെ വിഡ്ഢി എന്ന് വിളിക്കുന്ന തരത്തിലേക്കുള്ള ഏറ്റവും കടുത്ത തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് പോലും കോൺഗ്രസ് പോകുന്നത്. മാത്രമല്ല ഇത് മണിപ്പൂരിൽ ആരംഭിച്ച് മുംബൈയിൽ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിൽ കോൺഗ്രസ് അത് ചെയ്തിരിക്കും. അതിനിടയിൽ വന്ന് പലതവണ നേരത്തെ ഭാരത് ജോഡോ യാത്രയും തകർക്കാൻ പലരും ശ്രമിച്ചിരുന്നു, പല BJP സർക്കാരുകളും ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു മുൻ കോൺഗ്രസ്സുകാരനായ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ വിചാരിച്ചാൽ തടയാവുന്ന ഒരു യാത്രയല്ല ഭാരത് ജോഡോ ന്യായ് യാത്ര. അതുകൊണ്ട് യാത്ര മുന്നോട്ട് പോകുമെന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി, ഡി ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.